ഹലോ ഹായ് നമസ്കാരം. കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ 1 മൂവി കണ്ടു. അടിപൊളി ഫിലിം, ഒരു രക്ഷയില്ല. തിയേറ്ററിൽ ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് ഈ ഫിലിം. ഈ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭ് ഷെട്ടിയാണ്. പുള്ളി കൈവച്ച എല്ലാ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ്, ഡയറക്ഷൻ, ഒക്കെ സിനിമയുടെ കഥ എല്ലാം അടിപൊളിയായിട്ട് പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നൊക്കെ പറയൂല, അത് അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഈ സിനിമയിൽ പറയേണ്ട ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. അതിപ്പോൾ VFX ആയാലും ആർട്ട് വർക്ക് ആയാലും എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. VFX ഒക്കെ ഒരു രക്ഷയില്ലാത്ത VFX, ഒരു ഹോളിവുഡ് ലെവൽ VFX ആണ് ഈ ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ കുറെ ആനിമൽസിന്റെ കുറച്ച് VFXും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ആ കറക്റ്റ് ആ ഒരു ഫീല് തിയേറ്ററിൽ നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ ആർട്ട് വർക്ക് എടുത്തു പറയേണ്ടതാണ്. ആ ഒരു ഗ്രാമവും അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ, ആർട്ട് വർക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത ആർട്ട് വർക്ക്. അപ്പൊ നമുക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം ഇവര് പ്രൊഡക്ഷനിൽ എന്തോരം പൈസ ഇറക്കിയിട്ടുണ്ടെന്നുള്ളത്. ഒരുപാട് വൻ ബഡ്ജറ്റ് പടങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ഫുള്ള് ഗ്രീൻ സ്ക്രീൻ ഇട്ട് അത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ക്വാളിറ്റി. അപ്പൊ ഈ സിനിമയിൽ വരുമ്പോൾ അടിപൊളിയായിട്ട് അവർ ആ പൈസ ഇറക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഋഷഭ് ഷെട്ടിയൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. കാന്താര ഫസ്റ്റില് നമ്മൾ കണ്ടതാണ് ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ്. അപ്പൊ കാന്താര 1 ഒരു ചെറിയൊരു സിനിമയായിരുന്നു. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ഡബിൾ ത്രിബിൾ മാർജിനിലാണ് അവർ ഫിലിം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ജയറാം ഉണ്ട് ഫിലിമിൽ. ജയറാമിന് ഒരു നല്ലൊരു റോൾ കിട്ടിയിരിക്കുന്നതാണ്. ഒരുപാട് നാളെ ജയറാം അന്യഭാഷയിൽ പോയിട്ട് ഒരു കോമാളിയായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഫിലിമിൽ നല്ലൊരു അടിപൊളി വേഷമാണ് പുള്ളി കിട്ടിയത്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രുക്മിണി വസന്താണ് ഈ ഫിലിമിൽ നായികയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന. അടിപൊളി പെർഫോമൻസ് തന്നെയാണ്. പുള്ളിക്കാരത്ത് ലുക്കും അടിപൊളിയായിരുന്നു. പുള്ളിക്കാരത്തിന്റെ ആക്ടിങ് സൂപ്പർ ആയിരുന്നു. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മ്യൂസിക്കും പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളും അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ കാന്താരയിലെ ഒരു ട്രേഡ് മാർക്ക് ഒരു BGM ഉണ്ടല്ലോ, അത് ക്ലൈമാക്സിൽ അത് വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ OTTയിൽ വരാൻ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടാൻ പോകുന്നത് ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാം. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.